ഹലോ, ഇന്ന് ഞാൻ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എൻ്റെ വീട്ടുകാർ കോയമ്പത്തൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂട്ടിയിട്ടൊന്ന് കറങ്ങാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ വന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈശ യോഗ സെൻറ്ററിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങൾ ഈ ആദിയോഗിൻ്റെ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ കൂട്ടിക്കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ കോയമ്പത്തൂർ വന്നിട്ട് ഒരു 3 വട്ടമായി ഇവിടെ വരുന്നു. എന്താണെന്നറിയില്ല, ശിവൻ എന്നെ കാണണമെന്ന് അത്ര ആഗ്രഹം കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇവിടെ കൊണ്ട് വരുത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയ അവിടെ എത്തുമ്പോഴേക്കൊക്കെ ഒരു 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ അടുത്തൊക്കെ ഫുള്ള് ഫുഡ് ഒന്നും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്നാക്സ് കഴിച്ചിട്ട് ശിവനെ കണ്ടിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ നേരെ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും ചായയും പിന്നെ പനീർ നഗറ്റ്സും പിന്നെ ഒരു വെജ് കട്ട്ലേറ്റും ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ ഈ മഴയത്ത് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിച്ച് ഞാൻ ഇവരോടൊക്കെ ഒരു ഹായ് പറയിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് ഇങ്ങനെ ശിവനെ കൈകൂപ്പി ഒരു ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഫോട്ടോ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വിവിനെ കൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കുമ്പം കുറച്ച് ദൂരമുണ്ട് കേട്ടോ. നമ്മൾ കാർ പാർക്കിങ്ങും ശിവൻ്റെ ആ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് നടക്കാനായിട്ട് ആ വഴി പോകുമ്പോൾ ഇവിടെ ഇതുപോലെ കാളേനൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും, മഴ പെയ്യും. ഞങ്ങൾ എവിടെയെങ്കിലും കയറി നിൽക്കും, മഴ പോവും. ഞങ്ങൾ ഇറങ്ങും, മഴ പെയ്യും. അതുപോലെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ആ വഴിയൊക്കെ നടന്നു. പിന്നെ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മഴ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മിനിറ്റ് പെയ്യും, അപ്പം തന്നെ പോവും. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളി കാറ്റും നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമുക്കെന്താ പറയുക, നമുക്കിങ്ങനെ നല്ല തണുപ്പും ആസ്വദിക്കാൻ പറ്റിയ ക്ലൈമറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശിവൻ്റെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തി. ശിവനെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നമ്മൾ ദൂരത്തു നിന്നോ അല്ലെങ്കിൽ ഫോട്ടോയിലോ കാണുന്ന പോലെയുള്ളൊരു സ്റ്റാച്യുവിൽ അത്രയും വലിപ്പം അത്രയും ചൈതന്യമുള്ളൊരു രൂപമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഈശ യോഗ സെൻറ്ററിൽ മറ്റേ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ ടൈമുള്ളപ്പോൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇവരൊന്ന് സ്റ്റാച്യു ഒക്കെ കാണിക്കാൻ, ഇവരും ഫോട്ടോസിലൊക്കെ കണ്ട് ശീലമുള്ളതല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ അതൊന്ന് നേരിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ റിട്ടേൺ പോകേണ്ടത് കൊണ്ടാണ് പിന്നെ നമ്മൾ അധികം വേറെ എവിടെയും കറങ്ങാൻ പോകാതിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അവരെ കാളവണ്ടിയും കൂടെ കഴിച്ച് നേരെ തിരിച്ച് റിട്ടേണിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുന്ന് നേരെ റിട്ടേൺ വന്നിട്ട് ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഹരിഭവൻ ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് ഇവരെ വീണ്ടും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് മോളിലും കൂടെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് പിന്നെ ചക്കുവിന് കുറച്ച് ഫീവർ പോലെ ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ക്രാബ് സൂപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചിക്കൻ പൊറോട്ട ബിരിയാണി അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഒരു എന്താ പറയുക ജ്യൂസും പിന്നെ ഐസ്ക്രീമും ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഒന്ന് മോളിലേക്കും പോയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് സൂപ്പർ മാർക്കറ്റൊക്കെ ഒന്ന് കറങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.